കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണിനെയും കല്യാണിയും വെല്ലുവിളിച്ച് നിൽക്കുവാണ് പ്രകാശനും വിക്രവും കൂടെ ചേർന്നിട്ട്. പിന്നീട് പ്രകാശൻ പറഞ്ഞു, എടാ നിനക്കറിയാലോ, ഞാൻ 2 കല്യാണം കഴിച്ച മൂന്നാമതൊരു കല്യാണം കഴിക്കാനായിട്ട് പോവാ. ആദ്യത്തെ കല്യാണം കഴിച്ച ലക്ഷ്മിനെ നിനക്കറിയാലോ, ഇപ്പൊ ആ പോയവള്. അവള് അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്, കാണാനും വലിയ തരക്കേടില്ലായിരുന്നു, അന്ന് ഭയങ്കര സുന്ദരിയായിരുന്നു. പിന്നെ ഈ നിൽക്കുന്ന കല്യാണിയുടെ അമ്മ, അവള് സുന്ദരിയൊക്കെ ആയിരുന്നു, ഉണ്ടക്കണ്ണൊക്കെ വെച്ച്. പക്ഷെ ഇനിയിപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന മഹാലക്ഷ്മി ഉണ്ടല്ലോ, അതിനേക്കാളും വലിയ സുന്ദരിയാ. പക്ഷെ ഇവരൊക്കെ എന്നെ ഇങ്ങോട്ട് കണ്ട് ഇഷ്ടപ്പെട്ട എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ തലയെടുപ്പ്, അതുകൊണ്ട് മാത്രമാണ്. എടാ, തലയെടുപ്പുള്ളൊരു പുരുഷനാടാ ഞാന്. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണും ഒന്ന് നോക്കിപ്പോ ഇഷ്ടപ്പെട്ടു പോ. അത് പറഞ്ഞിട്ട് കാര്യമില്ലടാന്ന് പറയാ. പിന്നെ അതുപോലെ തന്നെയാണ് എന്റെ മോനും. നിന്റെ പെങ്ങളുണ്ടല്ലോ സോണി, എന്തുകൊണ്ടാ എന്റെ മോനെ ഇഷ്ടപ്പെട്ടെ? അവന്റെ തലയെടുപ്പ് കണ്ടിട്ട്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയാ. ഇത് കേട്ടതും കല്യാണിക്ക് അങ്ങോട്ട് പെരുത്ത് കയറി. രണ്ടെണ്ണം പറയാനായിട്ട് വന്ന, പക്ഷെ കല്യാണി അങ്ങോട്ട് അടക്കി വെച്ചു. എത്ര ദൂരം വരെ പോകുന്നറിയണമല്ലോ. അതെ, ഞാനും എന്റെ മോനും കൂടെ കണ്ടു ഈ കമ്പനിയുടെ തലപ്പത്തെത്തും. കാരണം എന്റെ മോനിപ്പോ കമ്പനിയുടെ MD-യാ, കാർത്തിക മോളുടെ. ഇനിയിപ്പൊ ഞാൻ കാർത്തികയുടെ അമ്മേനെ കല്യാണം കഴിക്കുന്നതോട് കൂടിയിട്ട് സർവാധികാരി ഞാനായിരിക്കും ആകാൻ പോകുന്നത്. അങ്ങനെ വന്നാല് നിന്റെയൊക്കെ കമ്പനി അടച്ചുപൂട്ടും. ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം അതായിരിക്കും. എന്റെ മോന് ഒരു വർഷം എത്ര കോടി രൂപ ലാഭം എന്നറിയാവോ? 10-20 കോടി രൂപ ലാഭം കിട്ടും. അങ്ങനെ ആ ലാഭം മാത്രം മതി. പിന്നെ അതിനുശേഷം ഉണ്ടല്ലോ, എന്റെ മോൻ അടുത്ത വർഷം നല്ല ഒന്നാമത്തെ കല്യാണം കഴിക്കും, നല്ല കോടീശ്വര പുത്രനെ വിവാഹം കഴിക്കും. നിന്നെയൊക്കെ വിളിക്കുകയും ചെയ്യും, നീയൊക്കെ വരണം കല്യാണം കൂടാനെന്ന് പറയാം. ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, ഉറപ്പായിട്ടും വരുമെന്ന് പറയാം. അത് മാത്രല്ല, മറ്റന്നാൾ അറിയാലോ എന്റെ കല്യാണമാണ്. ആ കല്യാണത്തിന്റെ സമയത്ത് നീയൊക്കെ അങ്ങോട്ട് വന്നേക്കണം. വരിക മാത്രമല്ല, സദ്യ കഴിച്ചിട്ട് പോവുകയും ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഉറപ്പായിട്ടും ഞങ്ങൾ വരും, ഞങ്ങൾ വരാതിരിക്കില്ല. ഇനിയിപ്പൊ ആരൊക്കെ വന്നില്ലേലും ഞങ്ങൾ വരുമെന്ന് പറയാം. നിങ്ങൾ നിങ്ങളുടെ അമ്മയുണ്ടല്ലോ ദീപ, അവളെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. അമ്മ വരുമല്ലോ എന്ന് അറിയത്തില്ല, പക്ഷെ ഞാനും കിരണേട്ടനും വരും, ഞങ്ങൾക്ക് ആ കല്യാണം കൂടണമെന്ന് പറയാം. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഭയങ്കര അഹങ്കാരത്തോടുകൂടി പ്രകാശനും വിക്രവും അങ്ങോട്ട് പോവാണ്. ആ സമയം കല്യാണി പറഞ്ഞു, ഇപ്പോഴും അഹങ്കാരത്തിന്റെ ഒരു കുറവില്ലല്ലേ? കിരൺ പറഞ്ഞു, എങ്ങനെ കുറയാനാ? ഇതിനൊക്കെയുള്ള തിരിച്ചടിയല്ലേ നാളത്തേക്ക് കിട്ടാൻ പോകുന്നേ. നാളത്തേക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നെഞ്ചു നിലച്ചു പോകുന്നേ. ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നു, എല്ലാരും കാത്തിരിക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാ. അതോട് കൂടിയിട്ട് ഇങ്ങയുടെ നെഞ്ചു നിലച്ചു പോകുന്നു പറയാം. പിന്നീട് അവര് വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ദീപ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ദീപ ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങള്? അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ? പതിവ് പോലെ തന്നെ പ്രകാശന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ലക്ഷ്മി അമ്മയ്ക്ക് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യുന്നു പറയാം. ആ ദുഷ്ടൻ, അവന് ചെറിയ ദുഷ്ടനൊന്നും അല്ല പോലെ. അവനെ ഇങ്ങനെ വഷളാക്കി വെക്കുന്ന ആരെന്നറിയോ? അവന്റെ ആ അമ്മയാണ്, ആ സ്ത്രീയാണ് അവരെ ഇത്രമാത്രം വഷളാക്കി വെച്ചേ. അത് ശരിയാ. പിന്നെ പോരാത്തന് ഇതേ ആ പ്രകാശൻ എന്ന് പറയുന്നവന്റെ മോനുണ്ടല്ലോ, എന്ത് ചെയ്യാനാ, എന്റെ ആംഗ്ലയായി പോയി. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഇതുപോലെ വൃത്തിയായിട്ട സ്വഭാവമുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാം കൂടെ ചേർന്നിട്ട് എത്രമാത്രം ചതികളും വഞ്ചനകളും ചെയ്തിരിക്കുന്ന അമ്മേ. ഒരു കാരണവശാലും നല്ല കാലം വരാൻ പോകുന്നില്ല. ഇപ്പോഴാഘോഷിക്കട്ടെ, എത്ര നാളെന്ന് വെച്ചാൽ എങ്ങനെ ആഘോഷിച്ച് മുന്നോട്ട് പോന്നേ. അവസാന സത്യങ്ങളൊക്കെ അറിയുന്ന സമയത്ത് നെഞ്ചുമിടഞ്ഞു പോകുന്നു പറയണം. കിരൺ പറഞ്ഞു, അതിന് ദിവസമില്ലല്ലോ കല്യാണി, നാളെ കഴിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂലോ. രജിസ്റ്റർ ഓഫീസിലേക്ക് വന്ന് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവരെ. പിന്നെ കല്യാണം പറഞ്ഞിട്ട് ഞങ്ങളോട് കല്യാണത്തിന് ഉറപ്പായിട്ട് വരുമെന്നും പറഞ്ഞു. അമ്മേനോടും പറയണം പറഞ്ഞു. അതെ, ഞാൻ വരുന്നില്ല മോളെ എന്ന് പറയാ. അത് പറഞ്ഞാൽ പറ്റില്ല, അമ്മ വരണം. അവൻ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന കാഴ്ച അമ്മയ്ക്ക് കാണണ്ടേ. അപ്പൊ വേണം അമ്മപ്പയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഇത്രയും നാളും അവൻ വാലെ കുത്തി ചാടിയന്റെ അഹങ്കാരത്തിന് അവനിട്ട് കൊടുക്കണ്ടെന്ന് ചോദിക്കാം. കൊടുക്കണം മോളെ, കൊടുക്കണം. അവനെ അങ്ങനെ വെറുതെ ഞാൻ വിടത്തില്ല എന്ന് പറയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പിന്നീട് അകത്തേക്ക് കയറി പോവാണ്. കല്യാണിയോട് ദീപ വെച്ച്, മോൾക്ക് വിഷമമുണ്ടോന്ന് ചോദിക്കുക. വിഷമോ? എന്തിന്? ഒരു വിഷമമില്ലമ്മേ. അയാൾ ഒരിക്കലും ഇപ്പൊ ഞാൻ അച്ഛനായിട്ട് കാണുന്നില്ല. അച്ഛനായി കണ്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയില്ല. എനിക്ക് അയാളെ ഇഷ്ടമില്ല, വെറുപ്പാന്ന് പറയണം. ദൈവം പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ. അയാളുടെ വെറുപ്പാണ്, അത്രയ്ക്ക് ദുഷ്ടനാ. ഇന്ന് വരെ ഞാൻ ആരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ മനസ്സ് നൊന്താ ഞാൻ ഇങ്ങനെ പറയണേ. കാരണം അത്രമാത്രം ഞാൻ അയാളുടെ ഉപദ്രവങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കണ്ണിച്ചോരയില്ലാത്തവനാ ദുഷ്ടൻ എന്ന് പറയണേ. പിന്നീട് അവൻ അങ്ങനെ കയറിപ്പോവാണ് അകത്തേക്ക്. ആ സമയത്ത് രാഹുൽ പുറത്തു പോകാൻ റെഡിയാവുകയാണ്. ശാരി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടായി രാവിലെ പോകാൻ തുടങ്ങണേ? അത് പിന്നെ ഉണ്ടല്ലോ, എനിക്ക് രൂപേനെ ഒന്ന് കാണണമെന്ന് പറയണേ. രൂപേനെ അതെന്തിനാ? ആ മനോഹറിനെ ഇവിടുന്ന് ചാടിക്കാനായിട്ടുള്ള മാർഗങ്ങളെ, അവന് കുറച്ച് പൈസ കൊടുക്കുവാണെങ്കിൽ അവൻ ഒഴിവായി പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ 5-6 ഒക്കെ ആയിരുന്നു ചോദിക്കുന്നത്, ഇപ്പൊ 1-2 കോടിയിലൊക്കെ നിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ പണം കൂടെ കൊടുത്തു വിടുവാണെങ്കിലേ അവന്റെ ശല്യം അതോടുകൂടി തീരില്ലേന്ന് ചോദിക്കുക. ഇതേ മനുഷ്യ,
നിനക്ക് രൂപ പണം തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ തരാതെ. അവൾ എന്റെ പെങ്ങളല്ലേന്ന് ചോദിക്കും. പെങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പഴാ ചന്ദ്രസേനും കിരണും കല്യാണിയും ഒക്കെ ആയിട്ട് നല്ല അടുപ്പത്തിലാ. അതുകൊണ്ട് പണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. ദേ ശാരി, നീ എന്റെ പെങ്ങളെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യമൊന്നും പറയല്ല. പിന്നെ എനിക്ക് തോന്നുന്നു പെങ്ങൾ ആ ഭക്ഷണം ചേർന്നെന്ന് തോന്നുന്നേ. അങ്ങനെ ഒരിക്കലും ഇല്ല. എന്റെ ചതിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലേ അവൾ എന്നെ പകരം വിട്ടുതരാം. അവൾക്ക് അങ്ങനെ ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എന്തേലും കാര്യമുണ്ടെങ്കിൽ അവൾ വെട്ടി തുറന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ ചതി അവൾ അറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിക്കാം. അങ്ങനെ ചതി അറിഞ്ഞ് അവൾ വെറുതെ ഇരിക്കത്തില്ലെന്ന് പറയാ. എനിക്ക് വല്ല വിഷവും തന്നെ എന്നെ കൊണ്ട് കൊല്ലൂന്ന് പറയണം. ഇത് കേട്ടത് ശാരി മനസ്സിൽ പറഞ്ഞു, എന്റെ മന്ദബുദ്ധിയായ ഭർത്താവേ, നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓരോ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നു. അവള് പണ്ടേ സത്യങ്ങളൊക്കെ അറിഞ്ഞ. പക്ഷേ എങ്കില് എന്നെയും ഭീഷണിപ്പെടുത്തി വെച്ചേക്കോ പറയല്ലെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം സരയുവിനോട് താരയാണ് നിന്റെ അമ്മയെന്നുള്ള കാര്യം പറയൂന്നൊക്കെ. അതൊക്കെ ഓർത്ത് എനിക്ക് പറയാൻ പറ്റാതെ ഞാൻ ഇരിക്കുവല്ലേ. ഇനി നിങ്ങളെ എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും എന്റെ ഭഗവാനെ എന്നൊക്കെ ഓർത്തോണ്ട് ശാരി നെഞ്ചത്തടിച്ച് നിലവിളിച്ച് അവിടെ ഇരിക്കുവാണ്. പിന്നീട് രാഹുൽ പോവാണ്. ഈ സമയം കല്ലിമോന് സിറ്റൗട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ട് പുറകെ ഓടി വരുന്ന കല്യാണി. ആഹാ, കല്ലിമോനെ നീ ഇവിടെ വന്നിരിക്കുവാണ്, ഇങ്ങോട്ട് വാ. ദേ, നീ അച്ഛമ്മയുടെ മോനാണോ അച്ഛച്ചന്റെ മോനാണോ? അങ്ങനെയൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കിരണും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഈ സമയം അപ്പുറത്ത് വീണ്ടും ജനൽ വഴി ഈ സംഭവങ്ങളെല്ലാം സരയു കാണുന്നുണ്ടായിരുന്നു. സരയുവിന് സഹിച്ചില്ല. സരയുവിന്റെ നെഞ്ചു വിങ്ങി. അവൾക്ക് കിട്ടിയ സൗഭാഗ്യം. അവൾക്ക് സ്വന്തം എന്ന് പറയാൻ ഒരച്ഛനും അമ്മയൊക്കെ ഉണ്ട്. തനിക്ക് ആരുമില്ല. താൻ അവളെ കുറെ കളിയാക്കിയിട്ടുണ്ട്. അവളുടെ അച്ഛന്റെ പേര് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും താൻ ആ വേദന മനസ്സിലാക്കുന്നുണ്ട്. തന്റെ അമ്മ ആരാന്ന് പോലും തനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എന്തൊരു അവസ്ഥ എന്റെ ഭഗവാനെ. ശരിക്കും പറഞ്ഞാൽ അവളാണ് ഭാഗ്യവതി. ഈ സമയത്ത് കണ്ടു അവൾ എന്തുമാത്രം സന്തോഷത്തോട് കൂടിയിട്ടാണ്. കിരണും കൂടെ അങ്ങോട്ട് വന്ന് കൊച്ചിനെ എടുത്ത് പിടിച്ച് കൊഞ്ചിക്കുന്നത് കണ്ടു. തനിക്കാ തെറ്റുപറ്റിപ്പോയത്. തന്റെ അഹങ്കാരം അതൊരിക്കലും പാടില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. എല്ലാത്തിനും ദൈവം തന്ന ശിക്ഷ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തന്റെ ആകെ ലോകം എന്ന് പറഞ്ഞാൽ മനുവേട്ടനും കൺമണിമോളുമാണ്. മനുവേട്ടനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് താൻ ഭൂമിക്ക് മുകളിൽ ഇരിക്കത്തില്ലായിരുന്നു. മനുവേട്ടനാണ് തന്റെ സപ്പോർട്ടും ധൈര്യവും. പക്ഷെ മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് സരി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പോലും. ഇല്ലായിരുന്നെങ്കിൽ സരി എന്നെ കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ച് നാട് വിട്ടാനും. സരുവിനാണ് കണ്ണു നിറഞ്ഞൊഴുകി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കി എഴുതിട്ട് കാര്യമില്ലെന്ന് കരുതി ജനലിൽ അടിച്ചിട്ട് സരി അങ്ങോട്ട് വിഷമത്തിൽ പോവാണ്. പിന്നീട് രൂപേനെ കാണാനായിട്ട് രാഹുല് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടുവാണ്. രൂപേച്ച് എന്തായിട്ടാ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അത് പിന്നെ എനിക്ക് കുറച്ച് പണത്തിന്റെ കാര്യം ആവശ്യമുണ്ടെന്ന് പറയാണ്. പണമോ? എന്ത് പറ്റിയേട്ടാ? എന്തെങ്കിലും അർജന്റ് ആണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അർജന്റ് തന്നെയാണ്. ആ മനോഹരനെ എന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടാന്ന് പറയാ. ഒഴിവാക്കാൻ വേണ്ടിട്ടോ? അതെ, അറിയാലോ രൂപ, നിനക്ക് അവന്റെ സ്വഭാവം എന്താണെന്ന് അറിയാലോ. അവൻ നേരത്തെ ഇങ്ങനെയായിരുന്നു. അറിഞ്ഞു കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാണ്. ഈ കല്യാണം നടക്കത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടുപോയതല്ലേ രൂപേനെ ചോദിക്കുകയാണ്. അല്ല, ഏട്ടൻ എത്ര രൂപ ഉദ്ദേശിക്കണേ? ഒരു 2 കോടി എന്ന് പറയാണ്. 2 കോടി രൂപയോ? അതെ, 5ഉം 6ഉം ഒക്കെ അവൻ ചോദിച്ചോണ്ടിരുന്നേ. ഇപ്പൊ വന്ന് 2 കോടിയിൽ എത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേന്ന് പറയാം. അല്ലേട്ടാ, അത്രയും പൈസയൊക്കെ പെട്ടെന്ന് എന്താ രൂപ? നിന്റെ പൈസ ഇല്ലേന്ന് ചോദിക്കാം. നിന്റെ അക്കൗണ്ടിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. അക്കൗണ്ടിൽ പൈസ ഉണ്ട്. പക്ഷെ അതല്ല, പിന്നെന്താ കുഴപ്പം? എന്റെ ഇപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന കിരണും കല്യാണിയല്ലേ. അപ്പൊ ഞാൻ ഈ പൈസേനെ കുറിച്ചൊന്നും അന്വേഷിക്കാറില്ല. എന്ത് ചെയ്യുന്നു, എത്ര രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പോലും ഞാനത് അതിനെക്കുറിച്ചൊന്നും തിരക്കാറില്ലെന്ന് പറയാം. ഇത് കേട്ട രാഹുലിന്റെ മുഖം അങ്ങോട്ട് മാറി. അപ്പൊ നീ എനിക്ക് പണം തരത്തില്ലേന്ന് ചോദിക്കാം. പണം തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടാ. ഞാൻ എങ്ങനെയും തരാം. പക്ഷെ അതിന് എനിക്ക് ഇച്ചിരി സാവകാശം വേണമെന്ന് പറയാം. എന്ത് സാവകാശം? ഒറ്റയടിക്ക് ഇത്രയും പണം ഇങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് മാത്രമല്ല, കിരണും കല്യാണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അതിനേക്കാളുപരി എന്റെ അക്കൗണ്ടിൽ കിടന്ന പണമെല്ലാം ഞാനും സോണിയുമായിട്ടുള്ള ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ എനിക്ക് പണം എടുക്കണമെങ്കിൽ അവളുടെ പെർമിഷൻ കൂടെ വേണം. ഇത് കേട്ടും രാഹുൽ ചോദിച്ചു, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? അത് പിന്നെ എന്നാ കല്യാണത്തിന് സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് പറയാം. അതുകൊണ്ട് അതിനകത്തുനിന്ന് പൈസ എടുക്കാൻ പറ്റില്ല. അല്ല, നിനക്ക് വേറെ അക്കൗണ്ട് ഉണ്ടല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ ഏട്ടാ. അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ദേ, വേണം നിന്റെ കാല് പിടിക്കാം. എന്നെ കൈവിടില്ല. എനിക്ക് വേറെ ആരോടും പോയി ചോദിക്കാൻ പറ്റില്ല എന്നിട്ടാ, വേറൊരു ആശ്രയം ഇല്ലാഞ്ഞിട്ടാന്ന് പറയണം. അത് കുഴപ്പമില്ല ഏട്ടൻ, ധൈര്യമായിട്ട് വെക്കോ, ഞാനൊന്ന് ആലോചിച്ചിട്ടൊക്കെ പറയാന്ന് പറയാണ്. അങ്ങനെ രാഹുല് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴത്തേനും രൂപ നേരെ ചെല്ലുന്ന കിരണിനെയും കല്യാണിയും കാണാനായിട്ടാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, എന്നിട്ട് അമ്മ എന്ത് തീരുമാനിച്ചു? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അതാ നിങ്ങളോട് ചോദിക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. പെട്ടെന്ന് കിരൺ പറഞ്ഞു, അമ്മ രണ്ടും കൽപ്പിച്ച് ധൈര്യമായിട്ട് പണം കൊടുത്തോളാൻ പറയാണ്. എന്താണ് മോനെ 2 കോടി രൂപയോ? കല്യാണി പറഞ്ഞു. കിരണായിട്ട് എന്തറിഞ്ഞിട്ടാ 2 കോടി രൂപയാ കൊടുക്കുന്നേ? അതൊന്നും കുഴപ്പമില്ല, അമ്മ കൊടുത്തോ. ദേ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അങ്ങ് ചോർന്നു പോകാൻ നമ്മൾ സമ്മതിക്കോ? ഒരു കാരണവശാലില്ല. ആ പൈസ അമ്മയുടെ കൈകളിൽ തന്നെ തിരിച്ചെത്തിയിരിക്കും എന്ന് പറയണം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്.
അമ്മ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയാ. അങ്ങനെ അവർക്ക് ധൈര്യം കൊടുക്കുവാണ്. പിന്നീട് കിരൺ പറഞ്ഞു, അന്ന് ശരി ഞങ്ങൾ പോയിട്ടേന്ന് ചോദിക്കണം. ആ ശരി എന്ന് പറയണം. അങ്ങനെ രൂപ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ചോദിച്ചു, അല്ല കിരണേട്ടാ, കിരണേട്ട എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? 2 കോടി രൂപ അടിച്ചു മാറ്റാന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു, എന്തിയാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്നും പറഞ്ഞിട്ട് കിരണും കല്യാണിയെ വിളിച്ചിട്ട് കാറിലേക്ക് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.